ചില ആൾക്കാർ ചോദിച്ചു, ബ്രോ പ്രവാസിയായതിനു ശേഷം എത്ര സമ്പാദിച്ചെന്ന്. കുറെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഫാമിലി ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പഠിച്ചു, കണ്ണീര് കാണാത്ത രീതിയിൽ ഒറ്റയ്ക്ക് സങ്കടപ്പെടാൻ പഠിച്ചു, ഉപ്പിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും ഒരു പരാതി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പഠിച്ചു, സൈലന്റായി റൂമിലേക്ക് കയറാൻ പഠിച്ചു, പുറത്തെത്ര ചൂടായാലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പഠിച്ചു, പെരുന്നാൾ പോലാത്ത സന്തോഷ ദിവസങ്ങളിൽ സ്വപ്നം കണ്ട് ആസ്വദിച്ച് ഉറങ്ങാൻ പഠിച്ചു, കയ്യിൽ പണമില്ലെങ്കിലും പണമുള്ളവനെ പോലെ നടിക്കാൻ പഠിച്ചു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പ്രവാസിയെ കൊണ്ടേ പറ്റും. സോ പ്ലീസ് റെസ്പെക്ട് ദം. ചില ആൾക്കാർ ചോദിച്ചു, ബ്രോ പ്രവാസിയായതിനു ശേഷം എത്ര സമ്പാദിച്ചെന്ന്. കുറെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഫാമിലി ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പഠിച്ചു, കണ്ണീര് കാണാത്ത രീതിയിൽ ഒറ്റയ്ക്ക് സങ്കടപ്പെടാൻ പഠിച്ചു, ഉപ്പിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും ഒരു പരാതി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പഠിച്ചു, സൈലന്റായി റൂമിലേക്ക് കയറാൻ പഠിച്ചു, പുറത്തെത്ര ചൂടായാലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പഠിച്ചു, പെരുന്നാൾ പോലാത്ത സന്തോഷ ദിവസങ്ങളിൽ സ്വപ്നം കണ്ട് ആസ്വദിച്ച് ഉറങ്ങാൻ പഠിച്ചു, കയ്യിൽ പണമില്ലെങ്കിലും പണമുള്ളവനെ പോലെ നടിക്കാൻ പഠിച്ചു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പ്രവാസിയെ കൊണ്ടേ പറ്റും. സോ പ്ലീസ് റെസ്പെക്ട് ദം. ചില ആൾക്കാർ ചോദിച്ചു, ബ്രോ പ്രവാസിയായതിനു ശേഷം എത്ര സമ്പാദിച്ചെന്ന്. കുറെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഫാമിലി ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു, ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പഠിച്ചു, കണ്ണീര് കാണാത്ത രീതിയിൽ ഒറ്റയ്ക്ക് സങ്കടപ്പെടാൻ പഠിച്ചു, ഉപ്പിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും ഒരു പരാതി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പഠിച്ചു, സൈലന്റായി റൂമിലേക്ക് കയറാൻ പഠിച്ചു, പുറത്തെത്ര ചൂടായാലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പഠിച്ചു, പെരുന്നാൾ പോലാത്ത സന്തോഷ ദിവസങ്ങളിൽ സ്വപ്നം കണ്ട് ആസ്വദിച്ച് ഉറങ്ങാൻ പഠിച്ചു, കയ്യിൽ പണമില്ലെങ്കിലും പണമുള്ളവനെ പോലെ നടിക്കാൻ പഠിച്ചു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പ്രവാസിയെ കൊണ്ടേ പറ്റും. സോ പ്ലീസ് റെസ്പെക്ട് ദം.